Hello everyone, welcome to our special session on pedagogy. എല്ലാവർക്കും നമസ്കാരം. പെഡഗോഗിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. Today we are discussing concept of development and its relationship with learning, which is a vital chapter for the CTET exam. CTET പരീക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള വികസനത്തിന്റെ സങ്കല്പവും പഠനവുമായുള്ള അതിന്റെ ബന്ധവും എന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. Based on previous exams, this topic is very important as questions have appeared consistently from this segment. മുൻവർഷങ്ങളിലെ പരീക്ഷകൾ പരിശോധിച്ചാൽ ഈ ഭാഗത്തു നിന്ന് തുടർച്ചയായി ചോദ്യങ്ങൾ വരാറുള്ളതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. For instance, in 2015 and 2016 alone, there were 4 questions each from this single chapter. ഉദാഹരണത്തിന് 2015ലും 2016ലും ഈ ഒരു അധ്യായത്തിൽ നിന്ന് മാത്രം 4 ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടുണ്ട്. What is development? എന്താണ് വികസനം? Development refers to qualitative and quantitative changes taking place simultaneously with growth. വളർച്ചയോടൊപ്പം ഒരേ സമയം സംഭവിക്കുന്ന ഗുണപരവും അളവ് സംബന്ധവുമായ മാറ്റങ്ങളെയാണ് വികസനം എന്ന് പറയുന്നത്. It is a progressive series of mannered and coherent changes. ക്രമബദ്ധവും പരസ്പര ബന്ധിതവുമായ മാറ്റങ്ങളുടെ ഒരു പുരോഗമനപരമായ പരമ്പരയാണിത്. According to E. Herlock, development consists of a progressive series of changes towards the goal of maturity. ഹർലോക്കിന്റെ അഭിപ്രായത്തിൽ പക്വത എന്ന ലക്ഷ്യത്തിലേക്കുള്ള പുരോഗമനപരമായ മാറ്റങ്ങളുടെ പരമ്പരയാണ് വികസനം. Characteristics of development. വികസനത്തിന്റെ സവിശേഷതകൾ. Exam highlights. Development is a continuous process that goes from womb to tomb. ഗർഭപാത്രം മുതൽ ശവകുടീരം വരെ നീളുന്ന ഒരു നിരന്തരമായ പ്രക്രിയയാണിത്. It follows an orderly sequence: infancy, early childhood, late childhood, adolescence and maturity. ശൈശവം, മുൻകാല ബാല്യം, പിൽക്കാല ബാല്യം, കൗമാരം, പക്വത എന്നിങ്ങനെ ഒരു നിശ്ചിത ക്രമം ഇത് പിന്തുടരുന്നു. Development is both qualitative and quantitative. These two aspects are inseparable. വികസനം ഗുണപരവും അളവ് സംബന്ധവുമാണ്. ഈ രണ്ട് വശങ്ങളും വേർപെടുത്താൻ കഴിയില്ല. Individual differences exist in the rate of development due to heredity and environment. പാരമ്പര്യവും സാഹചര്യങ്ങളും കാരണം ഓരോ വ്യക്തിയുടെയും വികസനത്തിന്റെ തോത് വ്യത്യസ്തമായിരിക്കും. Types of development. വികസനത്തിന്റെ വിവിധ തരങ്ങൾ. Physical development includes gross motor skills like walking and fine motor skills like writing or painting. ശാരീരിക വികസനത്തിൽ നടക്കുന്നത് പോലുള്ള ചലനങ്ങളും എഴുതുന്നത് പോലുള്ള സൂക്ഷ്മമായ നൈപുണ്യങ്ങളും ഉൾപ്പെടുന്നു. Cognitive development means the development of intelligence and processing information through senses. ജ്ഞാനപരമായ വികസനം എന്നാൽ ബുദ്ധിശക്തിയുടെ വികാസവും ഇന്ദ്രിയങ്ങളിലൂടെ വിവരങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുമാണ്. Social development involves acquiring the ability to behave according to social expectations. സാമൂഹികമായ പ്രതീക്ഷകൾക്കനുസരിച്ച് പെരുമാറാനുള്ള കഴിവ് നേടിയെടുക്കുന്നതിനെയാണ് സാമൂഹിക വികസനം എന്ന് പറയുന്നത്. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെന്റ്. വളർച്ചയും വികസനവും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫോർ എക്സാം. ഗ്രോത്ത് ഇസ് പ്യൂർലി ഫിസിക്കൽ, റിഫറിംഗ് ടു ഇൻക്രീസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് ഹൈറ്റ്. വളർച്ച എന്നത് കേവലം ശാരീരികമാണ്. വലിപ്പം, ഭാരം, പൊക്കം എന്നിവയിലുണ്ടാകുന്ന വർധനവിനെ ഇത് സൂചിപ്പിക്കുന്നു. Growth stops when maturity is attained, but development continues throughout life. പക്വത കൈവരിക്കുമ്പോൾ വളർച്ച നിലയ്ക്കുന്നു, എന്നാൽ വികസനം ജീവിതകാലം മുഴുവൻ തുടരുന്നു. Growth is a part of the development process, focusing on quantitative aspects. വികസന പ്രക്രിയയുടെ ഒരു ഭാഗമാണ് വളർച്ച. ഇത് അളക്കാവുന്ന കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. Factors influencing development. വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. Heredity transmits physical and social characteristics from parents to offspring. മാതാപിതാക്കളിൽ നിന്ന് ശാരീരികവും സാമൂഹികവുമായ സവിശേഷതകൾ മക്കളിലേക്ക് പകരുന്നത് പാരമ്പര്യം വഴിയാണ്. Environment and nutrition also play crucial roles in an individual's growth and development. സാഹചര്യങ്ങളും പോഷകാഹാരവും ഒരു വ്യക്തിയുടെ വളർച്ചയിലും വികസനത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു. Relationship with learning. പഠനവുമായുള്ള ബന്ധം. Learning is a relatively permanent change in behavior resulting from practice and experience. പരിശീലനത്തിന്റെയും അനുഭവത്തിന്റെയും ഫലമായി പെരുമാറ്റത്തിലുണ്ടാകുന്ന ശാശ്വതമായ മാറ്റമാണ് പഠനം. Learning awakens developmental processes through social interactions. സാമൂഹിക ഇടപെടലുകളിലൂടെ പഠനം വികസന പ്രക്രിയകളെ ഉണർത്തുന്നു. Development affects learning and learning affects development. They are interconnected. വികസനം പഠനത്തെയും പഠനം വികസനത്തെയും സ്വാധീനിക്കുന്നു. ഇവ രണ്ടും പരസ്പര ബന്ധപ്പെട്ടിരിക്കുന്നു. Remember, every effort you put into your preparation is a step toward your professional development. ഓർക്കുക, നിങ്ങളുടെ ഈ കഠിനാധ്വാനം നിങ്ങളുടെ പ്രൊഫഷണൽ വികസനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. As you learn these concepts, you are not just preparing for an exam but shaping yourself as a future educator. ഈ പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക മാത്രമല്ല, ഒരു മികച്ച അധ്യാപകനായി സ്വയം മാറുകയാണ് ചെയ്യുന്നത്. Keep practicing, stay persistent, and success will naturally follow.
തുടർച്ചയായി പരിശ്രമിക്കുക, ക്ഷമയോടെ മുന്നേറുക. വിജയം നിങ്ങളെ തേടിവരും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ CTET ജേർണി. നിങ്ങളുടെ CTET യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും.